ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തമ്പനയിലിൽ കാണിച്ച പോലെ നമ്മുടെ മുടി നല്ല ഉള്ളു വയ്ക്കാനും തഴച്ചു വളരാനും ഒക്കെ ഉള്ളൊരു റെമഡി ആയിട്ടാണ് ഞാൻ വരുന്നത്. ഇത് ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു. ഒരു സമയത്ത് ഉള്ളെല്ലാം പോയി ഞാൻ കഴുത്തിന് അവിടെ വരെ മുടി വെട്ടി. എന്നിട്ട് പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് വന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിന് നല്ല കഞ്ഞിവെള്ളം, അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് വേണ്ടത്. ചിലർക്കൊരു മടി ഉണ്ടാവും, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാൽ മുടിയിൽ സ്മെല്ല് വരുമോ അങ്ങനെയൊക്കെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഒരു മണം ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഇതിൽ പിന്നെ വേണ്ടത് ഉലുവ നമ്മൾ തലേ ദിവസം കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് അതിൽ ഇട്ട് വെക്കണം. ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഉപയോഗിക്കാറ്. എന്നിട്ട് അത് നല്ലതുപോലെ അരച്ചെടുത്ത് പിറ്റേ ദിവസം ആ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്യും. 2 ചെറിയ ഉള്ളി എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെക്കണം. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം വേണം കേട്ടോ. അത് തന്നെ അതിൻ്റെ മുകളിലെ ഭാഗം ഊറ്റിയെടുത്ത് അടിയിലെ ആ കട്ടിയുള്ള ഭാഗം അതാണ് എടുക്കേണ്ടത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ട് നമ്മുടെ തലയിൽ നമ്മളെ മുടിയൊക്കെ നന്നായി ചീകിയെടുത്തതിന് ശേഷം നമ്മുടെ തലയോട്ടിയിൽ, അതായത് സ്കാൽപ്പിൽ നന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യണം. കുറേ സമയം മസാജ് ചെയ്താൽ നമ്മുടെ തലയിലെ താരനും എല്ലാം പോകും കേട്ടോ. താരനും പേനിൻ്റെ ശല്യം ഉണ്ടെങ്കിലും എല്ലാം നല്ല മാറ്റം ഉണ്ടാകും. നന്നായിട്ട് നമ്മുടെ തലമുടി ഉള്ളു വയ്ക്കാനൊക്കെ ഇത് വളരെ ഉപകാരമാണ്. അതായത് ചിലർ ഈ കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ ചിലരായിരിക്കും നല്ല സ്മെല്ലായിരിക്കും, അത് എങ്ങനെ ഉപയോഗിക്കും, തലയിൽ ഉപയോഗിക്കുമ്പം നല്ല മണം ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചിലർ മുടി കൊഴിഞ്ഞ കഥകളൊക്കെ പറയുമ്പം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർക്ക്. ഞാനിങ്ങനെ ഉപയോഗിക്കാറുണ്ടെന്ന് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളിത് നന്നായിട്ട് കുറേ സമയം നമ്മളിത് പിടിപ്പിക്കണം തലയിൽ, ഒരു അരമണിക്കൂറെങ്കിലും. ചിലർക്ക് ഇത് ഫസ്റ്റ് ടൈം ഉപയോഗിക്കുമ്പം ജലദോഷവും പനിയൊക്കെ വരാറുണ്ട്. എന്താ വെച്ചാൽ തണുപ്പാണല്ലോ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം. തലയ്ക്ക് ആ തണുപ്പ് കിട്ടുമ്പോഴാണ് നമ്മുടെ മുടിക്ക് വളരെ, തലയ്ക്കായാലും നല്ല സുഖമാണിത് തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ. എനിക്കിത് മടിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും ചിലപ്പോൾ എൻ്റെ മുടി ഇങ്ങനെ പഴയ പോലെ ഉള്ളൊക്കെ പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും ഞാനിത് ഉപയോഗിക്കും. ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. നന്നായിട്ട് നമ്മൾ തലയോട്ടിയിൽ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇത്. എന്നിട്ട് നമ്മൾ നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് സമയം നമ്മൾ ഇതിനെ പിടിപ്പിച്ച് നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് മസാജ് ചെയ്യുക നമ്മളെ തലയോട്ടിയിൽ. എന്നിട്ട് നന്നായിട്ട് കുറച്ച് സമയം നമ്മളിത് വേണ്ടി ചിലവഴിക്കണം. അതായത് ചിലർക്ക് മടിയായിരിക്കും ഇത് ഉപയോഗിക്കാൻ, പക്ഷേ ഞാൻ പറയുന്നത് നല്ല റിസൾട്ട് തരുന്നൊരു, മുടിക്ക് നന്നായിട്ട് ഉള്ളു വയ്ക്കും. ഉള്ളു വയ്ക്കുന്നതിനനുസരിച്ച് അതിന് താറ്റം പൊട്ടിപ്പോവും ചിലർക്കൊക്കെ മുടിയുടെ. അതിലൊക്കെ നല്ല മാറ്റമുണ്ട്. എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇത് തേച്ചപ്പം. ഞാൻ എന്താ പറയുക, വേറെ പലതും ഇങ്ങനെ തേച്ച് നോക്കിയിട്ടൊന്നും എനിക്ക് ഒരു മാറ്റം മുടിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കസിനാണ് ഇത് പറഞ്ഞു തന്നത് എൻ്റെ അടുത്ത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല മുടിയുണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നതാണ്. അപ്പം എനിക്ക് നല്ല മാറ്റമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ചിലർ ലൈവൊക്കെ ചെയ്യുമ്പം ഈ മുടി എങ്ങനെയെന്നൊക്കെ ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയും കൂടിയാണിത്. ഇങ്ങനെയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. കണ്ടോ, ഇങ്ങനെ മുടിയൊക്കെ നന്നായിട്ട് എല്ലായിടത്തും ആക്കി വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് ബാത്റൂമിൽ ഇതിങ്ങനെ ചെയ്ത് വെച്ച് അവിടെ ഇരിക്കാൻ മടിയാണ്. അപ്പം ഞാൻ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചെയ്യും. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് ഇങ്ങനെ കെട്ടി വയ്ക്കും. തലയിലെ മുകളിലായിട്ട് ഇങ്ങനെ നന്നായിട്ട് കെട്ടി വയ്ക്കും ഇങ്ങനെ മസാജ് ചെയ്തിട്ട്. എനിക്ക് ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ തേക്കുന്നതാണ് കേട്ടോ. ഇല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. ഇങ്ങനെ ചെയ്തിട്ട് ഞാനിത് മുറ്റത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കും. ഒരു അത്തച്ചക്കയാണ്, അതിൻ്റെ പേരെനിക്ക് മറന്നു പോയതുണ്ടായിട്ടുണ്ട്. പിന്നെ അതൊക്കെ കണ്ട് മുറ്റത്തൊക്കെ ഇറങ്ങി. ഇത് കാശിയുടെ വണ്ടിയാണ് കിടക്കുന്നത്, പഴയതാണ്, സ്കൂട്ടർ അല്ല ബൈക്ക്. അങ്ങനെ പിങ്കിയോടൊക്കെ കഥയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നടക്കും. പിന്നെ ഒരു കാര്യം, ഇത് ഷാമ്പു ഉപയോഗിച്ച് ആരും കഴുകി കളയരുത് കേട്ടോ. ഓക്കെ, ബൈ.